ആദ്യത്തെ പ്രസാദകരണം കൂട്ടി അവിടുത്തെ കർക്കിടകൻ്റെ ആഴ്ചയായി ചന്ദ്രക്ഷേത്രം വന്ന് ആ ചന്ദ്രൻ 9 വന്ന് 11 വ്യാഴം വന്നു, കർമ്മശുദ്ധി വന്നു അല്ലേ? രത്നത്തിൽ പാപോധം ഇല്ല. മറ്റേത് കന്നിരാശിയാണ്. കന്നിരാശിക്ക് 9 വ്യാഴമുണ്ട്, ചന്ദ്രൻ ബാധാരാശിയിലാണ്, കർമ്മത്തിൽ കുളികളുണ്ട്. കർമ്മത്തിൽ കുളികളും. മറ്റേത് അവിടെ വ്യാഴോധി ഉണ്ട്, ചന്ദ്രൻ 11 വന്നു അല്ലേ? ചന്ദ്രന്റെ ഉത്സാഹരാശി അത്. അവിടെ കർമ്മത്തിൽ ശനിയുണ്ട്. അപ്പൊ കർക്കിടക രാശിയും ദൈവജ്ഞ പ്രചുരാലയാലുള്ള കർക്കിടക രാശി ചന്ദ്രക്ഷേത്രം വന്ന് 11 വ്യാഴവും ചന്ദ്രൻ 9 അല്ലേ? ധർമാത്മജവും തത്സംഭവം. അതിലൊരു നാമകേശ്വരി യോഗം കൊടുത്തത്. ഇപ്പൊ 2 രാശിയാണ് നല്ലതായത്. ഒന്ന് പ്രസാദ് കരണം പൂർത്തീകൃതം, പിന്നെ പ്രവീൺ കരണം പൂർത്തീകൃതം. ഒന്ന് കർക്കിടകവും ഒന്ന് ഇടവുമാണ്. ഒന്ന് ചന്ദ്രന്റെ ക്ഷേത്രം വന്ന് ചന്ദ്രൻ 9 11 വ്യാഴം വന്ന് കർമ്മത്തിൽ പാപഗ്രഹം ഇല്ലാത്ത രാശി, ലഗ്നത്തിലും പാവനില്ല. 5 പാപഗ്രഹം ഇല്ലാത്ത രാശി വന്നു, ലഗ്നത്തിലും പാവനില്ല. മറ്റേതിൽ ഇടവൻ രാശിക്കും ലഗ്നത്തിൽ പാവനില്ല, പക്ഷെ കർമ്മത്തിൽ മാത്രം ശനി ഉദയമുണ്ട്. ഇപ്പൊ രാശികളെ കുറച്ചും കൂടി എടുത്ത് കർക്കിടക രാശിക്കാണ് പ്രായശ്ചിത്തം കൊണ്ടാ തെളിയുന്നതിൽ ബോധം ഉണ്ടാവണേ. ഉള്ളില് 2-3 പ്രാവശ്യം നോക്കിയിട്ടാ തെളിഞ്ഞില്ലേ. ആ ബോധ്യത്തിൽ തന്നെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം നല്ല രീതിയിൽ. ഏതാളായാലും നാളെ ഇനി മറ്റവർ ഇതാക്കിയിട്ടാണ് ഇവർ ഇതാക്കിയിട്ടൊന്നും പറഞ്ഞിട്ട് കളിയാട്ട മോശം കൂടാതെ പൂർണ്ണ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കണം. ഇപ്പൊ പ്രസാദ കർണമൂർത്തിനെ അംഗീകരിക്കുന്നല്ലേ ദൈവഗീതം. പ്രായശ്ചിത്തം കൊണ്ടേ ആ പ്രായശ്ചിത്തം വഴിപോലെ ചെയ്യട്ട്. കുളിപ്പിക്കണതിന് ആദ്യത്തെ രാശിക്കാൻ അഷ്ടമത്തിൽ കുളിക്കണല്ലേ? കുളികയെ നിധനം പ്രാപ്തേ വിഷശസ്ത്രഗ്നിനാം പ്രതി. വിഷം കൊണ്ടോ ശസ്ത്രം ആയുധം കൊണ്ടോ അഗ്നി കൊണ്ടോ ആപത്തുണ്ടാക്കുന്ന രാശിയല്ലേ? ലഗ്നാകം ദുസ്ഥിതിയല്ലേ? ഇപ്പം എന്തെല്ലോ പോരായ്മയുടെ ഉള്ളിൽ കളിക്കുന്നുണ്ട് എന്നല്ലേ ആദ്യത്തെ രാശിക്ക് തന്നെ. ആരോടെ പ്രതി അഷ്ടമത്തിൽ പോയില്ലേന്ന്? അതെല്ലാം നാളെ ഒരു തടസ്സാവരുത്. എല്ലാവരും മാനസികമായിട്ട് യോജിപ്പില്ലെങ്കിൽ ഇത് വൃശ്ചികൻ രാശിയാണ്. പരസ്പരം ഇതിലുള്ള ഒരു യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്നുണ്ട് കുറേ ആൾ. അത് ഈ കളിയാട്ടത്തിന് നടത്തി വരിക. നല്ല കളിയാട്ട് ഗംഭീരാവൂലേ? ആ പേര് നിലനിർത്തും. ഇന്ന് മുതലേ അങ്ങോട്ട് മാനസിക നല്ല എല്ലാവരും ഒരേ ഐക്യത്തിൽ എന്ത് വന്നാലും വ്യത്യസ്ത ചിന്താഗതിയൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ ഒരേ ചിന്താഗതിയിൽ നമ്മളെ കളിയാട്ടം മനോഹരാക്കണം. എത്രയോ കാലം കൊണ്ട് ഉണ്ടാക്കുന്നത് നമ്മളെ പരസ്പരം വിദ്വേഷം കൊണ്ട് കലങ്ങിയാൽ പോയിരുന്നു. അത് വൃശ്ചികൻ രാശി അടിഭാഗത്ത്
എല്ലാവരും മേടിച്ചിരിക്കുന്നോണ്ടിരുന്നൊന്നും വിചാരിക്കണ്ട. അടിഭാഗത്ത് ഓരോരാൾ ഉള്ളിലും വെച്ചിട്ടുണ്ട് പകാന്ന്. അതാ വൃശ്ചികൻ രാശിയിൽ എന്നെ കൊണ്ടുപോകാൻ കാരണം. 19 കൊല്ലോ 20 കൊല്ലോ നല്ല അത്രയും കഠിന പ്രയത്നം ചെയ്ത ഒരു കളിയാട്ടം കൊണ്ട് കൂട്ടല്. അത് നല്ല രീതിയിലായില്ലെങ്കിലോ അത് അഷ്ടമരാശി ആയതുകൊണ്ട് അന്നപരാശിയാണ്. അഷ്ടമം കൊണ്ട് അന്നത്തെ ചിന്തിക്കേണ്ടതാണ്, ആദ്യം കുളികനാണ്. അന്നദാനെല്ലാം വളരെ ശ്രദ്ധിക്കണം. ഇപ്പം എല്ലാ സ്ഥലത്തും കാണുന്നില്ലേ? വളരെ ശ്രദ്ധിക്കണം. തമാശയല്ല, ശുദ്ധത്തിലും ആചാരനിഷ്ഠയിലും എല്ലാം പോകണം എല്ലാവരും. അതെ, ആചാരത്വം അനുഷ്ഠാനം ശരിയായിട്ട് പോകുന്നില്ലെങ്കിൽ ഇതൊന്നും നേരെ വരൂല. അത് ഒരു ഓർമ്മ ഉണ്ടാവുകയും വേണം. തമാശ പോയിക്കൂടാം. അതാണ് ഒരു ആചാരം തെറ്റിച്ചിട്ടുണ്ടാ. ഇവിടെ പാരമ്പര്യം അറിയിച്ചിട്ടോ നാട്ടറിവൊന്നും ഉണ്ടായിട്ടില്ലോ. എന്തെങ്കിലും ചൊവ്വയിലട്ടമില്ല കാണുന്നു. വിവാദമല്ലേത് സുഖക്കുളിയോ വന്നാൽ പടിയെന്ന് പറയാൻ പറഞ്ഞതുകൊണ്ട് നിർത്താം. പിന്നെ സമയം കളയേണ്ട, സമയം പോകുന്നല്ലോ. പ്രസാദ കരണമൂർത്തിന രാശികൊണ്ടിരിക്കുന്നു പ്രായശത്തുന്നുണ്ട്. 550 അവകാശമല്ലോ. ബാബു 500 പ്രസാദ കരണമൂർത്തി. ക്ഷേത്രത്തിലെ സന്നിധിയിൽ നടന്ന പ്രശ്നചിന്തയിലൂടെ സർവചൈതന്യ സ്വരൂപിണിയായ മുച്ചലോത്തമ്മയുടെ തിരുമണി ധരിക്കുവാനുള്ള കോലധാരികളായി സുരേഷ് ബാബു മഞ്ഞൂറ്റാൻ, പ്രസാദ് കർണമൂർത്തി എന്നിവർക്കാണ് ഈ മഹാഭാഗ്യം കൈവന്നിരിക്കുന്നത്.